നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ എരുമേലി വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള പാണ്ടിത്താവളം പുൽമേട് വഴിയുള്ള ശബരിമല യാത്രയുടെ കാഴ്ചകളൊന്ന് കാണാം. ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചകൾ ആസ്വദിച്ചുള്ള തീർത്ഥയാത്രയാണ് പുൽമേട് വഴിയുള്ള യാത്ര. ശബരിമല മുതൽ പമ്പ വരെ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുമ്പോൾ പുൽമേട് വഴിയുള്ള യാത്രയ്ക്കും പ്രിയമേറുകയാണ്. പൂർണ്ണമായും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയാണ് യാത്ര. പമ്പയിൽ മഹാപ്രളയമുണ്ടായപ്പോൾ നിറപുത്തരിക്കുള്ള പൂജാദ്രവ്യങ്ങളും മറ്റും കൊണ്ടുപോയത് പുൽമേട് വഴിയായിരുന്നു. കോട്ടയം കുമളി റോഡിൽ വണ്ടിപ്പെരിയാറിൽ നിന്നുമാണ് പുൽമേട് വഴിയുള്ള ശബരിമല തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത്. സത്രം വരെ വാഹനങ്ങൾ സഞ്ചരിക്കും. ഇവിടെ നിന്ന് സത്രത്തിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നീട് കാൽനടയായാണ് യാത്ര. സത്രത്തിൽ നിന്ന് രാവിലെ 7-ന് ശേഷമേ പുൽമേട് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടാൻ അനുവാദമുള്ളൂ. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. സത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കൗണ്ടറിൽ വെർച്വൽ ക്യൂ പാസ് കാണിക്കണം. ബുക്ക് ചെയ്യാത്തവർക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കാൻ സൗകര്യവുമുണ്ട്. അടുത്ത ഘട്ടം സീതക്കുളമാണ്. ഇവിടെ വനം വകുപ്പിന്റെ വാച്ച് ടവറുണ്ട്. സത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നാൽ പുൽമേട്. പുൽമേടിന്റെ മുകളിൽ പോലീസ് പരിശോധനയും വനം വകുപ്പിന്റെ കടയുമുണ്ട്. ഈ കടയിൽ നിന്ന് കഞ്ഞിയും കപ്പയും കുടിവെള്ളവുമെല്ലാം ലഭിക്കും. നിരവധി ഭക്തരാണ് മണ്ഡലകാലത്ത് പുൽമേട് വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നത്. വളരെ അനുഭവം നിറഞ്ഞൊരു യാത്രയാണ്. പ്രകൃതി അറിഞ്ഞു വരാനും കാട് ആസ്വദിക്കാനും. ഭക്ഷണത്തിന്റെ ഒരു സ്ഥലത്തേ ഉള്ളൂ ഭക്ഷണമുള്ളൂ. പിന്നെ വെള്ളം 2-3 സ്ഥലത്തുണ്ട്. പുൽമേട്ടിൽ നിൽക്കുമ്പോൾ സന്നിധാനവും ആഴിയിൽ നിന്നുയരുന്ന പുകയും കാണാം. മകരവിളക്ക് ദിനമാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ മകരജ്യോതിയും കാണാം. കഴുതക്കുഴിയും പാണ്ടിത്താവളവും MGR കല്ലുമൊക്കെ കടന്നാണ് യാത്ര. ഉരക്കുഴി തീർത്ഥത്തിന് സമീപമെത്തുന്നതോടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് കാണാം. പുൽമേട് വഴി എത്തുന്നവർക്ക് പമ്പയിൽ കുളിക്കാൻ കഴിയില്ല. പകരം അവർക്ക് ഉരക്കുഴി തീർത്ഥത്തിൽ കുളിക്കാം. അതിനുശേഷം 18-ാം പടി ചവിട്ടി അയ്യനെ തൊഴാം. അമൃത ന്യൂസ്, സന്നിധാനം.